മിസ്റ്റർ ആദിത്യവർമ്മൻ വന്നാലൊരു ചൂട് ചായ തരാം. വർക്കൗട്ട് കഴിഞ്ഞില്ലല്ലോടൂ, മൂടി വെച്ചേക്കൂ. ഉവ്വ, വർക്കൗട്ടാണോ വായി നോട്ടാണോ? എടിക്കുറുമ്പി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ നിന്റെ ആരാന്നാ? അതോ, എൻ്റെ ചക്കര ചുള്ളൻ അച്ഛൻ. അച്ഛനാണല്ലോ, അബോധം ഉണ്ടായാൽ മതി. എന്തേ എൻ്റെ കുഞ്ഞ് അടുക്കളയിൽ കയറിയേ? നാണിയെടുത്തി എത്തിയില്ലേ? എൻ്റെ അച്ഛാ, ഇന്നലെ സത്യേട്ടൻ പറഞ്ഞ് മറന്നോ? നാണിയമ്മ പോയിന്ന്. പകരം നല്ല വൈബ് ചേച്ചി എത്തിയിട്ടുണ്ട്. വൈബ് ചേച്ചിയോ? അതാരണപ്പാ? അതൊക്കെ എൻ്റെ അച്ഛൻകുട്ടൻ പോയി നോക്ക്. ഞാനേ ഒരുങ്ങട്ടെ, സമയമായി. അച്ചൂട്ടാ, ഐ ലവ് യു. കവളിൽ അവൾ തന്ന ഉമ്മ തടവി നിൽക്കേ ഓർമ്മകളിലെ ഒഴുക്കിൽപ്പെട്ട പോലെ, എൻ്റെ പാറുവിനെ പറിച്ചു വെച്ച പോലെ. കാലം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നേ. ബാല്യവും കൗമാരവുമൊക്കെ ദാരിദ്ര്യത്തോടും പട്ടിണിയോടും പൊരുതി വന്നതിനാൽ ജീവിതത്തിന് ഒരു ആസ്വാദന മനോഭാവം ഇല്ലായിരുന്നു. പഠനം, ഡിഫൻസിൽ ജോലി, രാജ്യസേവനം, കുടുംബ പരിപാലനം, അനിയത്തി അനിയൻ ഇവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. എങ്കിലും അമ്മ കണ്ടെത്തിയ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പക്ഷെ പാർവതി, എൻ്റെ പാറു, ജീവിതം മാറ്റിമറിച്ചവൾ, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പഠിപ്പിച്ചവൾ. അവൾ എത്തിയ ശേഷമുള്ള നാളുകൾ അവിടെയായിരുന്നു കുറച്ചെങ്കിലും ജീവിച്ചു എന്ന തോന്നലുണ്ടായത്. ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ സന്തോഷങ്ങളുടെ കാവൽമാലാഖയായി ലിവിമോളുടെ വരവ് കൂടിയായപ്പോൾ സ്വർഗമായിരുന്നു. അമ്മയും ഞാനും പാർവും ലിവിമോളും അടങ്ങിയ സ്വർഗം. ലീവിന് വന്നു മടങ്ങിയ നേരത്ത് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പിടിച്ചു വലിച്ച് കരഞ്ഞ അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, എടി പൊട്ടി, കണ്ണടയ്ക്കണ വേഗത്തിൽ സമയം പോവില്ലേ? ഞാൻ ഉടനെ വരില്ലേ? എൻ്റെ കുഞ്ഞ് കരയണ എനിക്കിഷ്ടമല്ല. കണ്ണു തുടച്ചേ, ചിരിച്ചേ. മുഖം ഉയർത്തി കണ്ണു നിറച്ചും മുഖത്തൊരു ചിരി വരുത്തി കൈവീശി അവളുടെ മുഖം. അതാണ് ഓർമ്മയുടെ തീരത്തെ അവളോടൊപ്പമുള്ള അവസാന ഓളങ്ങൾ. ആ ഓളങ്ങൾ എപ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ തീരത്ത് അണഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവളോടുള്ള സ്നേഹക്കടൽ എൻ്റെ ഉള്ളം നിറഞ്ഞു. കണ്ണുകളിൽ കൂടി ചാലുകൾ തീർക്കാറുണ്ട്. അവൾക്ക് സുഖമില്ല എന്നുള്ള എമർജൻസി മെസ്സേജിൽ നാട്ടിലെത്തുമ്പോഴേക്കും അവൾ പേരറിയാത്ത ഏതോ ലോകത്തിലേക്ക്, മരണത്തിന് തണുപ്പനുഭവിച്ച നാളുകൾ. അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് ലിവമോളിലൂടെയാണ്. സർ, ചായ. അപരിചിത സ്ത്രീ ശബ്ദം ഓർമ്മക്കടലിൻ്റെ നടുവിൽ നിന്നും യാഥാർത്ഥ്യബോധത്തിൻ്റെ തീരത്തിലേക്ക് വലിച്ചടിപ്പിച്ചു. ഉയരമുള്ള നീണ്ട മുഖമുള്ള ഒരു പെൺകുട്ടി, മുടി മെടഞ്ഞ് മുന്നിലേക്കിട്ടിരിക്കുന്നു. മുടിയിൽ അവിടെ ഇവിടെയായി ചുവപ്പ് നിറം, കൈകളിൽ കുപ്പിവള, ചുണ്ടിൽ മനോഹര പുഞ്ചിരി. നാടകം നടിക്കെന്താ ഈ വീട്ടിൽ കാര്യം? അയ്യോ സർ, ഞാൻ സത്യേട്ടൻ പറഞ്ഞിട്ട് വന്നയാ. എൻ്റെ പേര് അനസൂയ. ഓഹോ, നാരായണിയമ്മയുടെ പകരക്കാരി. എവിടെ വീട്? ഇടേ അടുത്താ സർ. അനസൂയ, അസൂയ ഒട്ടുമില്ലാത്തവൾ. ആണോ? ആവോ, അറിയില്ല സർ. ശരി, ജോലി നടക്കട്ടെ. വളരെ പെട്ടെന്നാണ് ലിവിമോളും അനുവുമായി അടുത്തത്. അവളിലെ ആ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. പാറു പോയതിനു ശേഷം കുറച്ചുനാൾ ലിവി അമ്മയോടൊപ്പം ആയിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ ഒരു ഡിഫൻസ് കോച്ചിങ് അക്കാഡമി മനസ്സിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് ഫ്ലാറ്റ് വാങ്ങി അക്കാദമി യാഥാർത്ഥ്യമാക്കി. മോളെയും അമ്മയെയും കൊണ്ടുവന്നു. അവളുടെ വളർച്ച അടുത്ത് കണ്ടു തുടങ്ങി. അപ്രതീക്ഷിതമായി അമ്മ പോയി. എങ്കിലും അത് ലിവിയെ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അമ്മ പോയതിനു ശേഷം വീടും ജോലിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കാൻ കഴിയാത്ത അവസ്ഥയായതിനാലാണ് അടുക്കള ആവശ്യത്തിന് നാണിയമ്മയെ കൊണ്ടുവന്നത്. ഇപ്പോൾ അനു, ലിവിക വളരെ ഇഷ്ടമായിരുന്നു അവളെ. പലപ്പോഴും ലിവിയെ മടിയിൽ കിടത്തി പുസ്തകം വായിച്ചു കൊടുക്കുന്നതും ചോറ് വാരി കൊടുക്കുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സ്നേഹശാസനകൾ, ഉപദേശങ്ങൾ, അങ്ങനെ. ഒരു ദിവസം ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് ശരത്ത് ഫ്ലാറ്റിലെത്തിയത്. ബാല്യം തൊട്ടുള്ള ഉറ്റ സുഹൃത്ത്. കുശലാന്വേഷണങ്ങൾക്കിടയിൽ ചായയുമായി വന്ന അനുവിനെ ഒരു പ്രത്യേക മുഖഭാവത്തോടെ നോക്കി നിൽക്കണ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞു, ഡേ മതിയടേ ചോര കുടിച്ചത്. എടാ അതല്ല, ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അളിയാ, നമ്മുടെ അനീഷുമായി ഞാൻ കൽക്കട്ട ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ സ്ഥിര വഴിപാട് പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച്. ശേ പോടാ, അതിവളായിരിക്കില്ല. അനു അങ്ങനെയുള്ള ആളല്ല. എടാ, എനിക്കിത്തരം കാര്യങ്ങൾ തെറ്റില്ല. നീ എന്തായാലും സൂക്ഷിക്കുക. മോളുമായുള്ള അറിയാലോ. ഉള്ളം ചെറുതായി ഒന്നുലച്ചു. അവൻ്റെ വാക്കുകൾ ഒരേ സമയം അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ ഒരുപോലെ അനുഭവിച്ചു ഞാൻ. 2-3 ദിവസം അനുവിനെ രഹസ്യമായി നിരീക്ഷിച്ചു. ഇല്ല, ഒരു അസ്വാഭാവികതയുമില്ല. എങ്കിലും മോളില്ലാത്ത സമയം നോക്കി അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അനു, എന്താ സർ, ചൂടുവെള്ളം വേണോ? ഇപ്പം തരാട്ടോ. അതല്ലടോ, താൻ ഇതിനു മുന്നേ എവിടെയാണ് നിന്നിട്ടുള്ളത്? എൻ്റെ ചോദ്യം അനു പ്രതീക്ഷിക്കാത്ത പോലെ മുഖമാകെ ചുവന്നു. അത് അനു കൽക്കട്ടയിലായിരുന്നോ?
അത് സർ. അവളുടെ ആ മൗനവും പരിഭ്രമവും കണ്ട് ഞാൻ ഉറപ്പിച്ചു. ശരത്ത് പറഞ്ഞതിൽ വാസ്തവമുണ്ട്. അനു, ലിവി വരുന്നതിന് മുന്നേ ഇറങ്ങിക്കോളൂ. മതി. ശമ്പളം 1 മാസത്തെ അക്കൗണ്ടിലിട്ടേക്കാം. അവളൊന്നും അറിയണ്ട. എൻ്റെ കുഞ്ഞ് സങ്കടപ്പെടും. പെട്ടെന്നാവട്ടെ. അനു കയ്യിലിരുന്ന പാത്രം താഴ്ത്തി വെച്ച് പതുക്കെ അവൾക്കായി അനുവദിച്ച താൽക്കാലിക മുറിയിലെത്തി. ഞാൻ സോഫയിൽ തന്നെ ഇരുന്നു. കയ്യിലൊരു ബാഗുമായി നനുത്ത പാദങ്ങളോടെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. സർ, നന്ദി എല്ലാത്തിനും. എനിക്ക് മോളെയും സാറിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. ക്ഷമിക്കൂ. അവളുടെ ആ പോക്ക് മനസ്സിൽ ഒരു വിങ്ങലുണ്ടാക്കി. ഫോണെടുത്ത് സത്യനെ വിളിച്ചു. സത്യ, എൻ്റെയും മോളുടെയും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ ജോലിക്ക് പറഞ്ഞയക്കണേ? ഞാൻ ആ പെങ്കുച്ചിനെ പറഞ്ഞയച്ചു. ശമ്പളവും 1 മാസത്തെ കൊടുത്തു. അയ്യോ സാറേ, കഷ്ടമായില്ലോ. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. 1 മണിക്കൂറിനുള്ളിൽ സത്യനെത്തി. സാറേ, അതിനെനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സാഗർ സാറ് കൽക്കട്ടയിലുള്ള വിളിച്ചു പറഞ്ഞ ആ നാട്ടിലേക്കൊരു പെൺകുട്ടി വരുന്നുണ്ടെന്ന്. വിശ്വാസമുള്ളിടത്ത് ഒരു ജോലി തരപ്പെടുത്തണമെന്ന്. പാലക്കാടോ മറ്റോ ഉള്ളയാണെന്ന് തോന്നുന്നു. ജോലി തട്ടിപ്പിൽപ്പെട്ട് കൽക്കട്ടയിലെത്തിയതാ. സാഗർ സാറ് രക്ഷപ്പെടുത്തിയതാന്നാ പറഞ്ഞേ. ശോ, കഷ്ടമായില്ലോ. ഇയാളുടെ കയ്യിൽ അനുവിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കടോ. അയാൾ ഫോൺ കുത്തി പുറത്തേക്കിറങ്ങി. കാണാണ്ടായപ്പോൾ പോയിന്നാ കരുതിയെ. പെട്ടെന്നൊരു കാൽപ്പെരുമാറ്റം കേട്ടു. നോക്കിയപ്പോൾ പിന്നിൽ അനു. അനു സർ, പാലക്കാടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പ പാട്ടൊക്കെ പഠിപ്പിക്കണ വാദ്യാർ, അമ്മ വീടും ഞങ്ങൾ മക്കളും ഒക്കെയായി ഒരു ചേച്ചി. കിട്ടുന്ന തുച്ഛ വരുമാനത്തിൽ ഞങ്ങളെ നന്നായി വളർത്തി. ഡിഗ്രിക്ക് ശേഷം ഞാൻ MBA ചേർന്ന് എൻ്റെ പഠനവും ചേച്ചീൻ്റെ കല്യാണവും അപ്പാവെ സാമ്പത്തികമായി തളർത്തി. അങ്ങനെയാണ് ഒരു പരിചയക്കാരൻ വഴി ഒരു ജോലി വാഗ്ദാനത്തിൽ കൽക്കട്ടയിലെത്തിയത്. ആവശ്യക്കാർക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന ഒരു ഓൺലൈൻ കമ്പനിയായിരുന്നു അത്. ഞാൻ പിന്നീട് അറിഞ്ഞേ. രക്ഷപ്പെടാൻ പല വഴികളും നോക്കി. പക്ഷേ അങ്ങനെയാണ് സാഗർ സാറുമായി പരിചയപ്പെട്ട് ഒരിക്കൽ എൻ്റെ കസ്റ്റമറായി വന്നെയാണ്. മലയാളിയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞു. സാറ് തന്ന നമ്പറും അഡ്രസ്സും വെച്ച് സത്യേട്ടൻ്റെ അടുത്തേക്ക്. നാട്ടിൽ വരുമ്പോഴൊക്കെ സാഗർ സാറിനോടൊപ്പം കഴിയണമെന്ന ഉപാധിയിൽ. അപ്പോൾ അത് അംഗീകരിക്കാൻ മാത്രമാണ് തോന്നിയത്. രക്ഷപ്പെടാൻ കിട്ടിയ അവസരം വിട്ടുകളയാൻ തോന്നിയില്ല. മഴ പെയ്ത പോലെ അവൾ പറഞ്ഞവസാനിപ്പിച്ചു. മുറിയിലേക്ക് കയറി വാതിലടച്ചു. പിറ്റേന്ന് അനു. ചെടി നനയ്ക്കുകയായിരുന്ന അവൾ ഞെട്ടി നോക്കി. പേടിച്ചോ നീ? ഏയ്, അച്ഛനെയമ്മയും കാണണ്ടേ നിനക്ക്? വേണ്ട സാർ, ഇങ്ങനൊരവസ്ഥയിൽ അവരെ കാണാൻ കരുത്തില്ല എനിക്ക്. അനു, അങ്ങനെയല്ല. നാളെ കാലത്തെ ഒരുങ്ങിക്കോ. ലിവിയെയും കൂട്ടി നമുക്ക് പോകാം. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. സന്ധ്യയോടടുത്തു അവിടെ എത്താൻ. നോക്കത്താ ദൂരത്തോളം സ്വർണ്ണ പരവതാനി വിരിച്ചതുപോലെയുള്ള വിളഞ്ഞ നെൽപ്പാടങ്ങളും പകൽ അവസാനിപ്പിക്കാൻ മടി കാണിച്ചു നിൽക്കുന്ന സൂര്യനെ പറഞ്ഞയക്കാൻ വെമ്പുന്ന നീലമേഘത്തിൻ്റെ വെപ്രാളത്തിൻ്റെ അടയാളമായി അവിടെ ഇവിടെയായി കാണുന്ന ചുവപ്പ് രാശികളും ഒക്കെ ആ കുഞ്ഞു ഗ്രാമത്തിൻ്റെ മാത്രം അവകാശമായി തോന്നി എനിക്ക്. കോലമെഴുകിയ ഒരു കുഞ്ഞു പടിക്കലാണ് യാത്ര അവസാനിച്ചത്. ആരുമില്ലേ ഇവിടെ? എൻ്റെ പിറകിൽ മറഞ്ഞു നിന്ന അനുവിൻ്റെ മൗനത്തെ കൊന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. അനുവിൻ്റെ അമ്മ പുറത്തേക്ക് വന്നു. ആകാംക്ഷയോടെ എന്നെ നോക്കുന്നതിനിടയിൽ അനുവിനെ കണ്ടു. മോളെ, എൻ്റെ കുഞ്ഞേ, നീ വന്നല്ലോ, വന്നല്ലോ. അവർ ഏറെ നേരം അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതാണോ നിൻ്റെ ആള്? ജയ പറഞ്ഞു നീ അവിടെ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ. അച്ഛൻ നിന്നെ ഓർത്ത് നീറി നീറിയാ മരിച്ചേ. അച്ഛൻ, അച്ഛൻ. അവൾ പൊട്ടിക്കരഞ്ഞു. അനുവും അമ്മയും അകത്തേക്ക് പോയി. പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നതിനിടയിൽ ലിവിമോള് വന്ന്. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്താടോ, സീരിയസ് മാറ്ററാണോ? അച്ഛാ, അനു ചേച്ചിയെ നമ്മുടെ ഒപ്പം കൂട്ടിക്കൂടെ? അച്ഛന് കല്യാണം കഴിച്ചൂടെ? ലിവി. എൻ്റെ മുഖമാക്കി വലിഞ്ഞു മുറുകി. കണ്ണുകൾ നിറഞ്ഞു. ദേഹമാകി വിറയൽ പോലെ. അത് വകവയ്ക്കാതെ ലിവി തുടർന്നു. അമ്മയില്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ല. അച്ഛനതിന് അനുവദിച്ചിട്ടില്ല. പക്ഷെ അനുചേച്ചിയിലൂടെ ഒരു അമ്മയുടെ കരുതൽ, വാത്സല്യം, സ്നേഹം ഒക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. വയ്യ അച്ഛാ അതൊന്നും നഷ്ടപ്പെടുത്താൻ. പിന്നെ എത്രയെന്ന് വെച്ചാൽ ഓർമ്മകളെയും കെട്ടിപ്പിടിച്ച് എൻ്റെ അച്ഛനിങ്ങനെ. ലിവി, അനുവിനെക്കുറിച്ച് എന്തറിയാൻ നിനക്ക്? അവൾ. അച്ഛാ, അനുചേച്ചി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാം അറിയാം. അച്ഛൻ സംസാരിക്കണം. മോനെ, വരൂ കഴിക്കാൻ. അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും അനു അമ്മയോടെല്ലാം പറഞ്ഞതായി തോന്നി. കുറച്ചു കഴിഞ്ഞ് അനുവിനെ അടുത്തേക്ക് വിളിച്ചു. അനു ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ? സർ, എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ അമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ചേച്ചി. ഈ വീടൊക്കെ എഴുതി വാങ്ങി. ഇവിടെ അമ്മ അധികപ്പറ്റാണ്.
അമ്മയെ ഒറ്റയ്ക്കാക്കി. അനു, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായല്ല, എൻ്റെ ലിവിമോളുടെ അമ്മയാകാനാണ്. എനിക്ക് എത്രത്തോളം നിന്നെ ആ സ്ഥാനത്ത് കാണാൻ പറ്റും എന്നറിയില്ല. മനസ്സിൽ ഒരു വിഗ്രഹം പണ്ടേ പ്രതിഷ്ഠിച്ചു പോയതാണ്. വർഷങ്ങളായുള്ള പൂജയും മറ്റും അത് ഉറച്ചു പോയതാണ്. ഒരു പുനഃപ്രതിഷ്ഠ സാധ്യമോ അറിയില്ല. സർ, എനിക്കിഷ്ടമാണ് സാറിനെ. ലിവിമോളുടെ അമ്മയാകാൻ എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. മനസ്സിലുള്ള ആ വിഗ്രഹത്തെ മാറ്റണ്ട. അതിനടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം, അത് മതി. അന്ന് തന്നെ അനുവിനെയും അമ്മയെയും കൂട്ടി ഇറങ്ങി. മാസങ്ങൾക്കിപ്പുറമുള്ള ഒരവധി ദിവസം സോഫയിലിരിക്കുന്ന എൻ്റെ മടിയിൽ കിടന്ന് TV കാണുമായിരുന്ന അനുവും ലിവിയും. അനു, അമ്മ ഉറങ്ങിയോടോ? ആ, അമ്മ കിടന്നു. ലിവിമോളെ ഉറങ്ങടാ, നാളെ ക്ലാസ്സില്ലേ? എന്നെ പറഞ്ഞയക്കാനല്ലേ? എന്നിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി റൊമാൻറ്റിഫിക്കേഷൻ. എടി, കുറുമ്പ് കൂടുന്നുണ്ട് നിന്റെ. ഞാൻ അയ്യോ അനു അമ്മേ, തല്ലല്ലേ. ഓടിപ്പോകുന്ന ലിവിയെയും അവളുടെ പിറകെ ഓടുന്ന അനുവിനെയും അവരുടെ ചിരികളും. വീണ്ടും ഒരു സ്വർഗം കൂടി. അതെ, അമ്മയും അനുവും ലിവിമോളും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.